إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം ധാരാളം നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി ഈമാനോടുകൂടി ജീവിച്ച് തഖ്വയോടുകൂടി ജീവിച്ചുകൊണ്ട് ഈമാനും തഖ്വയുമുള്ള മുഅ്മിനീകളും മുത്തഖീങ്ങളുമായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും അതിനുവേണ്ടി ധാരാളമായി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് പറയുകയും ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രതിസന്ധി കടന്നു വരുന്ന സമയത്തേക്ക് നമ്മൾ പലതും കരുതി വെക്കുന്നവരാണ്. മഴക്കാലം വരും, കടല് പ്രക്ഷുബ്ധമാകും, ജോലിക്ക് പോകാൻ കഴിയില്ല. ഇങ്ങനെ ഒരു കാലത്തെ നമ്മൾ മുൻകൂട്ടി അറിയുമ്പോൾ ആ കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കരുതി വെക്കാറുണ്ട്, സ്വകാര്യമായി വെക്കാറുണ്ട്. ജീവിതത്തിൽ അങ്ങനെയാണ്. പല കാര്യങ്ങളിലും സ്വകാര്യമായി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു പ്രത്യേകമായ ആവശ്യത്തിന് വേണ്ടി എടുത്തു ഉപയോഗിക്കാൻ കരുതി വെക്കാറുണ്ട്. ബുദ്ധിയുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണത്. എന്നാൽ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ആരും സഹായിക്കാനില്ലാത്ത ഒരു കാലം, ഒരു സമയം നമുക്കൊക്കെ വരാനുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ സമയത്തേക്ക് നമുക്ക് സ്വകാര്യമായ ചില സൂക്ഷിപ്പ് സ്വത്തുക്കൾ ആവശ്യമാണ്. ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നമ്മൾ. ആ നന്മകളിൽ സ്വകാര്യമായ നന്മകൾ, ആരും അറിയാത്ത, നമ്മളും നമ്മളെ റബ്ബും മാത്രം അറിയുന്ന കുറച്ച് നന്മകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, എന്നാൽ ആരും അറിയാത്ത, നമ്മളും നമ്മളെ റബ്ബും മാത്രം അറിയുന്ന കുറച്ച് നന്മകൾ നമ്മൾ കരുതി വെക്കണം. ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കൽപ്പന. عن زبير بن العوام رضي الله عنه قال قال النبي صلى الله عليه وسلم من استطاع منكم أن يكون له خبء من عمل صالح فليفعل. നിങ്ങളിൽ ആർക്കെങ്കിലും സ്വകാര്യമായ നന്മകൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം
എന്ന കൽപ്പനയുണ്ട്. സ്വകാര്യമായ നന്മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം അറിയുന്ന, നമ്മൾ നമ്മളെ റബ്ബും മാത്രം അറിയുന്ന, വേറൊരാളും അറിയില്ല. പക്ഷെ ആ നന്മ രേഖയാണ്, റെക്കോർഡാണ്. ആ നന്മയാണ് സഹോദരങ്ങളെ നാളെ നമുക്ക് പ്രയോജനപ്പെടാൻ പോകുന്നത്. സ്വകാര്യമായി നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രധാനമായും 6 നേട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ നേട്ടം, അത്തരം ആളുകളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വകാര്യമായി നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന 6 നേട്ടങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഖഫിയ്യ. തീർച്ചയായും അള്ളാഹു ഒരു മുത്തഖിയായ മനുഷ്യനെ ഇഷ്ടപ്പെടും, മുത്തഖിയായ അടിമയെ ഇഷ്ടപ്പെടും. അൽ ഖഫിയ്യ, രഹസ്യമായി ഗോപ്യമായി ഒരുപാട് നന്മകൾ ചെയ്യുന്ന മുത്തഖിയായ ആളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാണ്. അപ്പൊ സ്വകാര്യ നന്മകൾ ചെയ്താൽ ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ നേട്ടം അള്ളാഹു ഇഷ്ടപ്പെടുമെന്നതാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയാൻ അത്തരം നന്മകൾക്ക് സാധിക്കും. നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും വിധേയമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മളും നമ്മളെ വീട്ടിലും നമ്മളെ മുറ്റത്തും നമ്മളെ നാട്ടിലും ലോകത്തും ഒക്കെ നടക്കുന്നത്. അള്ളാഹുവിന്റെ കോപം കിട്ടുമെന്ന് അള്ള പറഞ്ഞ കാര്യങ്ങൾ വളരെ ചെറിയ, നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ കണ്ടില്ല നിങ്ങൾ, മുടി ഒരല്പം ഇങ്ങനെ വെച്ച് കുടുമ വെച്ച് 2 ഭാഗത്തും പറ്റ വരണ്ടിക്കളഞ്ഞിങ്ങനെ മുടി, ഇത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണ്. ഒരു ചെറിയ കാര്യം. നമ്മൾ ജീവിതത്തിൽ നമ്മളെ വീടും നമ്മളെ കുടുംബവും നമ്മളുമൊക്കെ അങ്ങനെയാണ് എങ്കിൽ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ തടയുന്ന, അള്ളാഹിന്റെ കോപം കെടുത്തിക്കളയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്ന രഹസ്യമായ കോപ്യമായ നന്മകൾ എന്ന് പറയുന്നത്. റസൂൽ പറഞ്ഞു, ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരാൾ ദാനം ചെയ്യാണ്. ഇന്നൊരുപാട് ദാനധർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ആരെയും രക്ഷപ്പെടുത്താൻ, ഏത് കൊലപാതകയെ രക്ഷപ്പെടുത്താനും നാട്ടിലിത് പിരിവിട്ട കോടികൾ കിട്ടുന്ന കാലാണ്, ഏതൊരു ചെറിയ കാര്യത്തിനും. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെയും ഇന്ന് പല നേട്ടങ്ങൾക്ക് വേണ്ടിയും സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയും അതിനെ ഉപയോഗിക്കുന്നുള്ളതാണ്. റസൂൽ പറഞ്ഞു, സദഖത്തു സിർറ്, ഒരു ദാനം ചെയ്യുന്നത് അത് ഗോപ്യമായി രഹസ്യമായി അത് ചെയ്താൽ തുത്ഫിഉ ഗളബർ റബ്ബ്, റബ്ബിന്റെ കോപത്തെ അത് കെടുത്തിക്കളയും. രഹസ്യമായി ചെയ്യുന്ന നന്മകൾക്കുള്ള മൂന്നാമത്തെ നേട്ടം, നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമായിരിക്കും അവർ എന്നാണ് റസൂൽ പറഞ്ഞു. തസദ്ദഖ ബിസ്വദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ യുൻഫിഖു യമീനുഹു. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ സ്വതക്ക ചെയ്തു, ഫഅഖ്ഫാഹ, അത് രഹസ്യമാക്കി വെച്ചു, കോപ്യമാക്കി വെച്ചു. അർശിന്റെ തണല കിട്ടുക. നാലാമത്തെ നേട്ടം, അത് കൂടുതൽ ഉത്തമമാണ്, കൂടുതൽ പാപങ്ങളെ തടയാനും സാധിക്കും. അതാണ് അടുത്ത നേട്ടം. റസൂൽ പറഞ്ഞു, സദക്കത്തിനെ പറ്റി പറഞ്ഞപ്പോൾ സൂറത്ത് അൽ-ബഖറയിലെ 271 ആയത്തില്, ഇൻ തുബ്ദു സ്വദഖാത്തി ഫനിഅമ്മാ ഹിയ, നിങ്ങൾ സ്വതക്ക ചിലപ്പം ഇപ്പൊ പള്ളിക്കെന്ന് ഇറങ്ങി പോകുമ്പോഴൊക്കെ അതൊക്കെ ആൾക്കാർ കാണും. ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ കൊടുക്കണ ചിലപ്പോൾ ചില ആൾക്കാർ അറിയും. നല്ലത് തന്നെയാണ്. നമ്മളെ നിയ്യത്ത് ശരിയായാൽ അങ്ങനെ ഒരു പള്ളിയിൽ വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ബക്കറ്റിട്ട് വന്ന് ബക്കറ്റിൽ ഇടുന്ന ആൾക്കാർ കാണുന്നുണ്ട്, അതൊരു രഹസ്യമല്ലല്ലോ. പക്ഷെ അങ്ങനെ ചെയ്താലും കൂലിയുണ്ട്. എന്നാൽ വഇൻ തുഖ്ഫൂഹ, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് സ്വകാര്യമാക്കി വെച്ചാൽ, വതുഅത്തുൽ ഫുഖറ, എന്നിട്ട് അതിന് അർഹതപ്പെട്ട പാവങ്ങൾക്ക്, ഫക്കീറന്മാർക്ക് അത് നൽകുകയും ചെയ്താൽ, ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. വയുകഫിർ അൻകും സയ്യിആതികും വയുകഫിർ അൻകും മിൻ സയ്യിആതികും, നിങ്ങളെ തിന്മകൾ അത് മായ്ച്ചു കിട്ടാനും അത് മാപ്പ് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാകുന്നു. അപ്പൊ നമ്മൾ സ്വകാര്യമായി ചെയ്യുന്ന നന്മകളുടെ 5ാമത്തെ നേട്ടം, അങ്ങനെ ഒരാൾ ചെയ്യുന്ന ആളാണെങ്കിൽ അത് ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ അടയാളമാണ്. കാരണം അത് സ്വകാര്യതയിൽ റബ്ബിലേക്ക് അടുക്കലാണ്. എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും എല്ലാം അറിയുന്ന റബ്ബ്
ആ റബ്ബിനെ വിചാരിച്ച് ചെയ്യുന്ന നന്മയാണ് ആ നന്മ. അത് വിശ്വാസത്തിന്റെ മാറ്റുകൂട്ടും. ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ അടയാളമാണ് അത്. ആ അടയാളമുള്ളവരായി മാറാൻ കഴിയും. അതാണ് 5ാമത്തെ നേട്ടം. 6ാമത്തെ നേട്ടം, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു തിന്മ ലോകമാന്യതയാണ്, റിയാ ആണ്. കാരണം നിങ്ങൾ നോക്കി, ഇന്ന് സോഷ്യൽ മീഡിയന്റെ കാലഘട്ടം, എന്തൊരു നന്മ ചെയ്താലും സ്റ്റാറ്റസ് വെക്കലും പ്രചരിപ്പിക്കലും പരസ്യപ്പെടുത്തലും, അത് പാർട്ടിയാണെങ്കിലും ഗ്രൂപ്പാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും മതക്കാരാണെങ്കിലും ഒക്കെയും. എന്നാൽ രഹസ്യമായി നിങ്ങൾ ചെയ്യുന്ന നന്മ, അത് ഈ ഒരു തിന്മയിൽ നിന്ന്, റിയാ എന്ന ഭീകരമായ ഷിർക്കുൽ അസ്ഗറിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന റസൂലുള്ളാഹി പറഞ്ഞത്. നിസ്കരിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ 6 നേട്ടങ്ങൾ നമ്മൾ നന്മകൾ സ്വകാര്യമായി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ കുറേ നന്മകളുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് സ്വകാര്യമായി നന്മകൾ ചെയ്യാൻ റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചു, ഖുർആൻ നമ്മോട് കൽപ്പിച്ചു. മുൻഗാമികളിൽ ഉത്തമമായ മാതൃകയും നമുക്കതിൽ കാണാം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം സിദ്ദീഖ് അക്ബറിന്റെ സ്ഥാനം എന്താണ് ഇസ്ലാമിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഈമാനും നമ്മളെ ഈമാനും തമ്മിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. ഒരിക്കൽ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ ഖത്താബ് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അപ്പൊ അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വേഗം ഇറങ്ങിപ്പോവാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വേഗം ഇറങ്ങിപ്പോവുക. അപ്പൊ ഉമർ ബിൻ ഖത്താബിന് ഒരു സംശയം, ഇവിടെയൊക്കെ പോണത് അദ്ദേഹത്തെ ഒന്ന് പിന്തുടരണം എന്ന് തോന്നി. അങ്ങനെ സിദ്ദീഖ് അക്ബർ അറിയാതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ചെന്ന് നോക്കിയപ്പം അദ്ദേഹം നേരെ പോയിട്ട് ഒരു കുടിലിലേക്ക് കയറുകയാണ്, ഒരു വീട്ടിലേക്ക് കയറുകയാണ്. ആ വീട്ടിലേക്ക് കയറിയിട്ട്, അദ്ദേഹത്തിന്റെ വീടല്ല, സിദ്ദീഖ് അക്ബറിന്റെ വീടല്ലാത്ത വേറൊരു വീട്ടിലേക്ക് കടന്നു. ആ വീട്ടിലേക്ക് കയറി പോയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇറങ്ങി വരണത്. അങ്ങനെ സിദ്ദീഖ് അക്ബർ ഇറങ്ങിപ്പോയതിനു ശേഷം ഉമർ ഖത്താബ് ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട്, ഒരു വീടല്ലേ, അവിടെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരെല്ലാവരും ഉണ്ടാവും. ഒരു വീട്ടിലേക്കാണ് കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ്. മഹാനവർകളാണ്. അപ്പോ ചെന്നപ്പോ ഉമർ ഖത്താബ് കണ്ട കാഴ്ച എന്താന്ന് ചോദിച്ചാൽ, ഒരു വൃദ്ധയായ സ്ത്രീ, ആരും തുണക്കില്ല, ആരും സഹായത്തിനില്ല, ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു ഉമ്മ, പടുവൃദ്ധയായ ഒരു ഉമ്മ. ആ ഉമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ഉമർ ഖത്താബ് ചോദിച്ചു, ആരപ്പ ഇവിടെ വന്നു പോയത്? അറിയില്ല, കുറെ കാലങ്ങളായി അദ്ദേഹം വരുന്നുണ്ട്. എന്തിനാ വരുന്നത്? അദ്ദേഹം വരും, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, എൻ്റെ വീട്ടിൽ ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ചെയ്തു തരും, എൻ്റെ ആളിനെ കറന്നു തരുന്ന അദ്ദേഹമാണ്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ 1ാമത്തെ ഖലീഫയാണ്. ആലോചിക്കണം, നമ്മൾ രാജാവാണ്, ഭരണാധികാരിയാണ്. അങ്ങനെ ആ ഒരു വ്യക്തിയെ പറ്റിയാ പറയണത്. അദ്ദേഹം എൻ്റെ ആടുകളെ കറന്ന് പാലെടുത്തതിന് അദ്ദേഹമാണ്. എനിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പോകും. നിങ്ങൾക്ക് അറിയോ അതാരാണെന്ന്? ഉമർ ഖത്താബ് ചോദിച്ചു. എന്നോട് ഇതുവരെ ആരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല ആരാണെന്ന്. ചെയ്യുന്ന നന്മയെ എത്രയും ഗോപ്യമായി രഹസ്യമായി ഒരാളും അറിയാതെ ചെയ്ത ഒരു നന്മ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ 4ാമത്തെ ഖലീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ മകനാണ്. ആ മകന് ബാപ്പാന്റെ പേരിനിട്ടതാ, അലി എന്നാണ്. അലി ഇബ്നു ഹുസൈൻ മഹാനവർകളാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോ നാട്ടിൽ ഒരുപാട് വീടുകൾ പട്ടിണിയിലായി. അപ്പോഴാണ് നാട്ടുകാർ മനസ്സിലാക്കുന്നത്, അവിടെയുള്ള അത്രയും വീടുകളിലേക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചിരുന്ന വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോഴാണ് അറിയണത്. അദ്ദേഹം മരിച്ചപ്പോൾ ആ പട്ടിണിയാണ്, അതുവരെ ആരും അറിയില്ല. അദ്ദേഹത്തിന്റെ ചുമരിൽ ആ കിറ്റുകൾ വെച്ചതിന്റെ അടയാളമുണ്ടായിരുന്നു. ഒരാളെയും അദ്ദേഹം വിളിച്ചിട്ടില്ല. മരിച്ചപ്പോഴാണ് അറിയണത്, നാട് പട്ടിണിയായപ്പോഴാണ് അദ്ദേഹമായിരുന്നു അത് ചെയ്തിരുന്നതെന്ന് അറിയണത്. ഇന്ന് നമ്മളൊരു 100 കിറ്റ് 10 കിറ്റ് 2 കിറ്റ് വരെ എങ്ങനെ നാട്ടിൽ വിതരണം ചെയ്യല്? ടോക്കണ് കൊടുത്ത് ആൾക്കാരെ വിളിച്ച് വരുത്തി, അത് പരസ്യമായി ഫോട്ടോ എടുത്ത് പരസ്യം കൊടുത്ത്, അല്ലേ? ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നത് അദ്ദേഹമായിരുന്നു. ആ നാട്ടിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് ആ വിഷയം ആളുകൾ അറിയുന്നത്. മഹാനായ ഇബ്നു മുബാറക് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന, അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ യദഉൽ ലിസാമ,
അദ്ദേഹം മുഖംമൂടി വെക്കുമെന്നാണ്. എന്തിനാണ്? ലി അല്ലായ അർഫ്, അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ന് ആരും അറിയണ്ട. അദ്ദേഹം ഒരു യോദ്ധാവാണ്, പടയാളിയാണ് എന്നറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു മാസ്ക് വെക്കുമായിരുന്നു എന്നാണ്. മുഖംമൂടി വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്നാണ്, അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം അഹ്മദ് പറയാണ്, മാ റഫഅ അല്ലാഹു ഇബ്നുൽ മുബാറക ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലഹു. ഇബ്നു മുബാറക്കിന് അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കാൻ കാരണം അദ്ദേഹം സ്വകാര്യമായി ചെയ്ത നന്മകളായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരും അറിയാതെ നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കണം. അതിൽ ഒന്നാണ് സദഖത്തു സിർ. ഞാനത് നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെയും അത് പരസ്യമാക്കാതെ, രഹസ്യമാക്കി, ഒരാളോടും പറയാതെ സ്വകാര്യമായി ദാനധർമ്മങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റിയ സ്വകാര്യമായ നന്മകൾ ഒന്നാണ്. രണ്ടാമത്തേത് അത് ദിക്റു വദ്ദുആ. ദിക്റുകളും ദുആകളും നമുക്ക് ചെയ്യാൻ പറ്റിയ സ്വകാര്യ നന്മകളിൽപ്പെട്ടതാണ്. ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് റൂമിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ജോലി സ്ഥലത്തും വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റും. നമ്മളെ നടത്തത്തിലും ഇരുത്തത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ദിക്റ് ചൊല്ലുമ്പോൾ പല ആൾക്കാരെ കയ്യുമ്മലും പണ്ട് മാലേനെ, ദിക്റ് എന്ന സ്വകാര്യമായ ഇബാദത്ത് പോലും മാലമ്മൽ ആൾക്കാരിങ്ങനെ കാണണം, കൊണ്ടടക്കുകയാണ്, മാല ഇങ്ങനെ കൊണ്ടടക്കുകയാണ്. അത് വലിയ ആലിമീങ്ങളും വലിയ ആൾക്കാരൊക്കെ. എന്നിട്ട് ആ മാല എങ്ങനെ, നബിന്റെ കാലത്ത് നബിന്റെ കൈമേൽ മാല ഉണ്ടായിരുന്നോ? നിങ്ങൾ ചോദിച്ചു നോക്കി, എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഈ മാല? ഈ തസ്ബീഹും തഹ്മീദും ചൊല്ലുന്ന ഈ മാല, ദിക്റിന്റെ മാല സിദ്ദീഖ് അക്ബറിന്റെ കയ്യിലുണ്ടായിരുന്നോ? ഉമർ ഖത്താബിന്റെ കയ്യിലുണ്ടായിരുന്നോ? ഇവരാരെങ്കിലും കയ്യിൽ ഈ മാല ഉണ്ടായിരുന്നോ? ഇന്ന് ഷോളും അതിന്റെ മേലെ ഷോളും പിന്നെ ഒരു മാലയും കൂടി ഇല്ലെങ്കിൽ ആളാകൂല. ഈ മാല വെച്ചിട്ടാ കിടക്കുക. ഈ മാല കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ്. സാധാരണക്കാരിലേക്ക് വന്നപ്പോൾ അതൊരു മോതിരായി മാറി. ബസ്സിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഇതിങ്ങനെ നെക്കി 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 അപ്പുറത്തിരിക്കണം ഇപ്പുറത്തിരിക്കണമൊക്കെ ചെയ്യും. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ. വദ്കുർ റബ്ബക ഫീ നഫ്സിക. ദിക്ർ നഫ്സിലാണ്, നിന്റെ നഫ്സിലാണ്. ഖുർആന അല്ലാഹ് പറയാ, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യണം. അതെവിടെ? നിന്റെ മനസ്സിൽ. ഒരാളും അറിയില്ല. ബസ്സിലിങ്ങനെ ഇരുന്ന് 1 മണിക്കൂർ യാത്രയാണ്, നമ്മൾ ദിക്ർ ചൊല്ലുന്നുണ്ട്, ഒരാളും അറിയില്ല. കാരണം ആ ദിക്ർ മനസ്സിലാണ്, അതിന്റെ സ്ഥാനം അവിടെയാണ്. ഏറ്റവും ഗോപ്യമായി രഹസ്യമായി ചെയ്യാൻ പറ്റിയ ഇബാദത്താണ് ദിക്ർ. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും ഒക്കെ ദിക്ർ ചൊല്ലുക, ഒരാളും അറിയില്ല. സ്വകാര്യമായി ചെയ്യാനുള്ള നന്മയാണ് സഹോദരങ്ങളെ ദിക്ർ. ദുആ, സക്കരിയ നബിന്റെ ദുആ ഖുർആൻ പറയാണ്, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. രഹസ്യമായ വിളി വിളിച്ചു അദ്ദേഹം. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഇന്നമാ ഖഫാഹു ലിഅന്നഹു അഹബ്ബു ഇലല്ലാഹ്. സക്കരിയ നബി അള്ളാനെ സ്വകാര്യമായി വിളിച്ചു എന്ന് പറഞ്ഞത് അതിന്റെ കാരണം എന്താ? അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നതുകൊണ്ടാണ്. അഹബ്ബു ഇലല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖത്താദ അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ യഅലമു ഖൽബത് തഖിയ്യ വയസ്മഉ സൗതൽ ഖഫിയ്യ. ഈ ആയത്തിന്റെ തഫ്സീർ കാണാം. തീർച്ചയായും അല്ലാഹു മുത്തഖിയായ മനുഷ്യന്റെ കൽബ് അറിയും. യഅലമു ഖൽബൽ ഖഫി ഖൽബത് തഖിയ്യ. അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖിയുടെ കൽബ് അള്ളാഹു അറിയും. വയസ്മഉ സൗതൽ ഖഫിയ്യ. രഹസ്യമായി ആരുമറിയാതെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവന്റെ വിളി അള്ളാഹു കേൾക്കും. ഈ ആയത്തിന്റെ തഫ്സീറിലാണ്. അപ്പൊ ദിക്റും ദുആയും നമുക്ക് സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ ഇബാദത്താണ്. നാളെ പരലോകത്ത് പ്രതിസന്ധിയിൽ എടുത്ത് ഉപയോഗിക്കാനുള്ളതാ. മൂന്നാമത്തത് സലാത്തുൽ ലൈലി വന്നവാഫിൽ, സുന്നത്ത് നിസ്കാരങ്ങൾ. സുന്നത്ത് നിസ്കാരം റസൂൽ വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചത്, പള്ളിക്കെന്നല്ലല്ലോ. നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരും, പോയിട്ട് വീട്ടിൽ പോയി നിസ്കരിക്കും. രാത്രി നിസ്കാരം ആരും അറിയില്ല. അവസാന സമയം തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. ഈ ആയത്തിന് എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് നമ്മൾ കേൾക്കുന്ന ആയത്താ. ഈ ആയത്ത് പറഞ്ഞിട്ട് ആരെപ്പറ്റി? രാത്രി എഴുന്നേറ്റ് അള്ളാഹനെ ഊർത്ത് നരകത്തെ ഭയപ്പെട്ട് സ്വർഗം ആഗ്രഹിച്ച് സുജൂദ് ചെയ്ത് റുക്കൂഅ് ചെയ്ത് ഖിയാമിൽ സുദീർഘമായി നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ, അവരെക്കുറിച്ച് അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം അല്ലാഹ് പറഞ്ഞ ആയത്ത ഞാൻ ഓതി വെച്ചത്. ഫലാ തഅലമു നഫ്സുൻ
മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലുൻ. ഇവർ ഈ പ്രവർത്തിച്ച സ്വകാര്യമായി ബെഡ്റൂമിൽ അവസാന അന്ത്യസമയം രാത്രിയിൽ ഒരാളും അറിയാതെ എഴുന്നേറ്റ് അങ്ങനെ നിസ്കരിച്ച ആ വ്യക്തിക്ക് അല്ലാഹു പറയാണ്, അവൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായിട്ട് കൺകുളിർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് നാം രഹസ്യമാക്കി വെച്ചിട്ടുള്ളത്, അതൊരാൾക്കും അറിയാവതല്ല. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്, അഖ്ഫാ ഖൗമുൻ അമലഹും, ഒരു വിഭാഗം ആളുകൾ അവരെ അമല് സ്വകാര്യമാക്കി ചെയ്തു, സ്വകാര്യ നന്മകൾ ചെയ്തു. ഫഖ്ഫല്ലാഹു ലഹും മാലം തറാ ഐനുൻ വലം യഖ്തുർ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു മനുഷ്യഹൃദയവും ചിന്തിക്കാത്ത സ്വർഗീയ ലോകത്തെ പലതും അല്ലാഹ് ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട്, രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് എന്നാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, രാത്രി നമസ്കാരം, ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് ചെയ്യുന്ന സ്വകാര്യമായ ഇബാദത്തുകളിൽപ്പെട്ടതാണ്. അത്തരം ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രഹസ്യമായി നമുക്ക് ചെയ്യാൻ പറ്റിയ നന്മകളുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് അസ്വിയാം, നോമ്പ്. നോമ്പിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്, കുല്ലു അമല ബിനി ആദം ലഹു ഇല്ല സൗമ ഫഇന്നഹു ലീ വഅനാ അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. അല്ല, നമ്മൾ നോമ്പിന്റെ കാലത്ത് കേൾക്കുന്ന ഹദീസാണ്. എന്ന് പറഞ്ഞാൽ ഒരു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് ഒരുക്കണ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ പലരും അറിയാറില്ല. അങ്ങനെ നോമ്പ് ഒരുക്കുന്ന ആൾക്കാർ ആരും. അയ്യാമുൽ ബീദ് എല്ലാ അറബി മാസവും 13, 14, 15 ഏറ്റവും സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ ഇബാദത്താണ് നോമ്പ്. അള്ളാഹുമായി മാത്രം ബന്ധം, ഒരാളും അറിയില്ല, സ്വകാര്യമായി ചെയ്യുന്ന ഇബാദത്താണ്. മറ്റൊരു ഇബാദത്താണ് ഖളാഉൽ ഹവായിജി ലിദ്ദുഅഫാഇ വൽ അറാമിലി വൽ ഐതാം വൽ മസാക്കീൻ. മിസ്കീന്മാര്, യത്തീമുകൾ, വിധവകൾ, ദുർബലരായ ആളുകൾ, അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുക. ഏതെങ്കിലും യത്തീമുണ്ടെങ്കിൽ, ഏതെങ്കിലും പാവപ്പെട്ടവൻ നമ്മൾ കുടുംബത്തിലുണ്ടായാൽ മതി, ആരും അറിയാതെ ആ യത്തീമിനെ. ഇപ്പൊ ഒരുപാട് അങ്ങനെയുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒരു കുട്ടി പഠിക്കുകയാണ്, ആ കുട്ടിയെ ദത്തെടുക്കുന്നവർ ആൾക്കാരുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാനൊരു മാസം 5000, 6000 രൂപ ചെലവ് വരും. അപ്പോൾ പറയാണ്, ഞാൻ ആ കുട്ടിയെ ദത്തെടുക്കാം, ഞാൻ ആ കുട്ടീൻ്റെ ഫീസ് ഞാൻ തരാം. ഈ പഠിക്കണ കുട്ടി പഠിച്ച് സനതെടുത്ത് പോയാൽ പോലും അറിയില്ല ആ കുട്ടിക്ക് ആരാണ് പൈസ ചെലവാക്കിയെന്ന് അറിയില്ല. അത് സ്വകാര്യ നന്മയാണ്. അങ്ങനെ ഒരുപാട് ആവശ്യക്കാരായ ആളുകൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം. നമുക്ക് സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ നന്മകളിൽ 6ാമത്തേതാണ് ഖളാഉദ് ദുയൂൻ അനിൽ ഗാരിമീന വൽ ആജിസീൻ. ഈ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, അയാൾ കടക്കാരനാണെന്ന് നമുക്കറിയാം. നമ്മളെന്താ ചെയ്യാന്നറിയാം, ഓൻ കടക്കാരനാണെന്ന് നാട്ടിലാണ് പ്രചരിപ്പിക്കുക ചെയ്യുക. സാധാരണ ഒരാൾ ഒരു ബിസിനസ് പൊളിഞ്ഞ് അയാൾ കടക്കാരനായാൽ നമ്മളെ പണി എന്താണെന്നറിയോ, അത് കണ്ടില്ലേ ഓന് അവിടെ പൊളിഞ്ഞ് ഇവിടെ പൊളിഞ്ഞ്, ഓൻ്റെ അത് കച്ചവടം പൊളിഞ്ഞതാണ്, ഇതിവിടെ എത്രയാ കടന്നാ വിചാരിച്ചിട്ടുള്ളത്. ഒരാൾ കടക്കാരനായാൽ ആ കടക്കാരനായവനെ പറ്റി ആ കടം പ്രചരിപ്പിക്കല്ല വേണ്ടത്. മറിച്ച് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവൻ്റെ കടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ? സ്വകാര്യമായി ചെയ്യാൻ പറ്റും. സ്വകാര്യമായി ചെയ്യേണ്ട നന്മകളിൽപ്പെട്ടൊരു നന്മയാണ്. 7ാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. എല്ലാവർക്കും ചെയ്യാം. ഒരാൾക്ക് ധാരാളമായി ഖുർആൻ ഓതാം, വീടുകളിലിരുന്ന് ഖുർആൻ ഓതാം, സ്വകാര്യമായി ഖുർആൻ ഓതാം. ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കലാണ് ഖത്മ് എന്ന് പറഞ്ഞാൽ. ഒരു കൊല്ലം കൊണ്ടല്ല. ഖുർആൻ ഖത്മ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കണം. അങ്ങനെ ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുന്ന എമ്പാടും ആളുകളുണ്ട്. ആരും അറിയില്ല. അവരങ്ങനെ ഓതുന്നു, ഒരു തല മുതൽ മറ്റൊരു തല വരെ ഖുർആൻ ഒരായുസിൽ പലതവണ ഓതി തീർത്ത ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, പ്രതിസന്ധിയിൽ
ഒരു പ്രയാസം വരുന്നു എന്നറിഞ്ഞാൽ നമ്മൾ സ്വകാര്യമായി സൂക്ഷിച്ചു വെക്കുന്നവരാണ് ദുനിയാവിൽ. എങ്കിൽ ഒരാളും സഹായിക്കാനില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയെ നമുക്ക് നേരിടാനുണ്ട്. അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം പിന്നെ ഒരുപാട് ആളുകൾ മുദ്രാവാക്യങ്ങൾ വിളിച്ച്, ഒരുപാട് ആളുകൾ പിന്നെ അനുശോചനങ്ങൾ അറിയിച്ച്, അങ്ങനെ കത്തി വെറും ഒരു പിടി ചാരമായി മാറേണ്ട ഒരു വ്യക്തി, അങ്ങനെ ചാരമായി മാറുന്ന ഒരാളായി മാറേണ്ടവനല്ല മുഅ്മിൻ. മറിച്ചൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിൽ ധാരാളം നന്മകൾ ചെയ്ത് ആ നന്മകൾക്ക് സിന്ദാബാദ് വിളിക്കാനും ജയ് വിളിക്കാനും ഒരാളുമില്ലെങ്കിലും, പരസ്യപ്പെടുത്താൻ ഒരാളുമില്ലെങ്കിലും, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, ഖുർആനിൽ അള്ളാഹിന്റെ ചില പ്രയോഗങ്ങളുണ്ട്, നമ്മളെ ഹൃദയത്തിൽ തട്ടേണ്ട ചില പ്രയോഗങ്ങളുണ്ട്. സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ്. ഒരാളും അറിയാത്തത് റബ്ബറിയും, ഒരാളും അറിയാത്തത് റബ്ബറിയും. നമ്മളെ പ്രശംസിച്ചുകൊണ്ടോ നമ്മളെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ നമുക്കൊരു അഭിപ്രായം പറയാനോ കമന്റ് പറയാനോ അതൊന്ന് വിശദീകരിക്കാൻ ആളുകളിലേക്ക് എത്തിക്കാനോ ഒന്നും ഒരാളും വേണമെന്നാഗ്രഹിക്കാതെ, അതൊരിക്കലും അത് പ്രതീക്ഷിക്കാതെ റബ്ബിലേക്ക് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി എന്ന ഉദാത്തമായ ഈമാനിന്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ആ പ്രതിസന്ധികളിൽ നമുക്ക് ഏറ്റവും വലിയ തുണയായി സഹായമായി വരും. അതിൻ്റെ 6 നേട്ടങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ആ 6 നേട്ടങ്ങളും ഈമാനുള്ളൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. തക്കതായ പ്രതിഫലം കിട്ടുന്ന നാളെ പരലോകത്ത് ഒന്നും നഷ്ടപ്പെടാത്ത ചെയ്തതെല്ലാം നാളെ ചെല്ലുന്ന ലോകത്ത് കാണുന്ന, അതിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന അമലുകളാക്കി അള്ളാഹ് നമ്മളെ അമലുകളെ മാറ്റിത്തരുമാറാവട്ടെ. അത്തരം അമലുകൾ ധാരാളം ചെയ്യാനുള്ള ഈമാനും തഖ്വയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വീടുകളിലും ആശുപത്രികളിലും അസുഖബാധിതരായി കിടക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.